ഇനി ഒരുപക്ഷെ ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്കെല്ലാം തന്നെ അഭിമാനകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്, മാതൃഭൂമി ന്യൂസിന്റെ പഴയ വാർത്താ അവതാരകയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ, മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും പവർ ലിഫ്റ്റിംഗിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച മുളന്തുരുത്തി സ്വദേശിയായ ശിവപ്രിയയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആലപ്പുഴയിൽ വെച്ചായിരുന്നു സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. കരുത്തുറ്റ മേഖലയിൽ കൂടുതൽ മികവ് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ഇപ്പോൾ ശിവപ്രിയ. ഒരു അഭിമാന നിമിഷം പങ്കുവയ്ക്കാൻ എത്തിയതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാതൃഭൂമിയിലെ ഒരു മുൻ ജീവനക്കാരിയെ കാണാൻ എത്തിയതാണ്. ഈ മുൻ ജീവനക്കാരിയെ കാണാൻ ജിമ്മിൽ എന്താണ് പരിപാടി എന്നല്ലേ വഴിയെ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ ആള് ഇവിടെ തന്നെയുണ്ട്. ആളുടെ പേരാണ് ശിവപ്രിയ. നമുക്ക് ഏവർക്കും സുപരിചിതയായിട്ടുള്ള, പ്രത്യേകിച്ച് ഒട്ടുമിക്ക മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മാതൃഭൂമിയിലൊക്കെ തന്നെയും അവതാരകയായിരുന്നു. ആ ആളെ തേടിയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമസ്കാരം. ഇതാണ് ആള്. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ എന്തിനാണ് നിൽക്കുന്നത് എന്നൊരു ചോദ്യത്തിന് ഉത്തരം ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. മുൻപ് മാധ്യമ പ്രവർത്തക, ഇപ്പോൾ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ. പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത രണ്ട് ഫീൽഡുകൾ. എങ്ങനെയായിരുന്നു ഈ രണ്ട് ഫീൽഡിലേക്കുമുള്ള ഒരു ദൂരം? ശരിക്കും പവർ ലിഫ്റ്റിങ്ങിലേക്ക് വളരെ അവിചാരിതമായി എത്തിയതാണ്. സാധാരണ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണത് പോലെ തന്നെ ഞാൻ വന്നതാണ്. പക്ഷെ ഇവിടെ വന്ന ഒരു വെയിറ്റ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. കോച്ച് മനോഹറാണ് ഈ പവർ ലിഫ്റ്റിങ്ങിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞു തന്നത്. പിന്നീട് അതിലൊരു ഇൻട്രസ്റ്റ് ചെയ്തു തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. എല്ലാവർക്കും അതുപോലെ വെയിറ്റ് എടുക്കാൻ പറ്റണം എന്നില്ലല്ലോ. ഏഷ്യൻ ചാമ്പ്യനായ ബീന മേരി മാഡത്തിൻ്റെയും കൂടി ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പരിശീലനം കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഡിസ്ട്രിക്ട് ലെവലിലൊന്ന് മത്സരിച്ച് നോക്കി. മത്സരിച്ചപ്പോൾ അവിടെ സിൽവർ കിട്ടി. അവിടെ നിന്ന് ആ പോയിൻ്റ് അടിസ്ഥാനത്തിൽ സ്റ്റേറ്റിലേക്കും കിട്ടി. സ്റ്റേറ്റിലും സീനിയർ 76 കാറ്റഗറിയിൽ മെഡലാണ്. ഞാൻ കുഞ്ഞിന് വേണ്ടി എൻ്റെ മുഴുവൻ സമയവും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിൽ നിന്ന് മാറിയുന്നത്. കാരണം നമുക്കറിയാലോ, രാവിലെ ഷിഫ്റ്റിൽ പോകണം, മിക്കവാറും നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ വരും. ഒരുപാട് വലിയ വാർത്തകളൊക്കെ വന്നാൽ നമുക്ക് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇറങ്ങി പോരാനൊന്നും പെട്ടെന്നൊന്നും സാധിക്കില്ല. തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കുഞ്ഞിനാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അവൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്ന ആൾ അവനാണ്. ജിമ്മി പോകുകയാണോ, പോയിട്ട് വാ എന്ന് പറയണത് മകനാണ്. ആള് നന്നായി എനർജറ്റിക് ആണ്. പിന്നെ കൂടാതെ തന്നെ ജിമ്മിലാണെങ്കിലും ഫുൾ ആക്റ്റീവാണ്. പിന്നെ നമ്മൾ പറയുന്ന വർക്കൗട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ചെയ്യും. പ്രോപ്പറായിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു മടിയോ കാര്യങ്ങളൊന്നുമില്ല. പവർ ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വരെ എത്തുക എന്നൊക്കെ പറയണത് ഞാൻ ഒരിക്കലും സ്വപ്നം പോലും കാണാത്തൊരു കാര്യമായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് പറഞ്ഞ ഡിസംബറിലേക്ക്, അതിൽ ഫുൾ മൊത്തമായി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു പരിശീലനത്തിലേക്ക്. പണ്ട് പലരുടെയും സക്സസ് സ്റ്റോറി ന്യൂസ് റൂമിൽ ഇരുന്ന് വായിച്ചു. അതിന് ശേഷം ഞങ്ങളിപ്പോൾ ശിവപ്രിയയുടെ സക്സസ് സ്റ്റോറി എടുക്കാൻ വന്നിരിക്കുക. ഇതാണ് കാലത്തിൻ്റെ ഒരു പോക്കൊക്കെ എന്ന് പറയുന്നല്ലേ? അതെ അതെ. അപ്പോൾ ഏതായാലും നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പോൾ മുൻപ് മാധ്യമപ്രവർത്തക, ഇപ്പോൾ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ. അപ്പോൾ കരുത്തുറ്റ മേഖലകളിൽ കൂടുതൽ കരുത്താർജിച്ച് തന്റെ ലക്ഷ്യങ്ങൾ ഓരോന്നായി നേടിയെടുക്കുകയാണ് ശിവപ്രിയ. ക്യാമറമാൻ അനീഷ് തൊട്ടക്കാടിനൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കൊച്ചിയിൽ നിന്ന് ശ്യാമപ്രസാദ് ഉത്തമനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ശ്യാമ, ഈ നമ്മുടെ മാധ്യമപ്രവർത്തന മേഖലയിൽ നിന്നും മറ്റു മേഖലകളിലേക്ക് എത്തി ഉയരങ്ങൾ കീഴടക്കിയ ഒരുപാട് ആൾക്കാർ ഒരുപക്ഷെ നമുക്ക് വ്യക്തിപരമായിട്ട് പോലും അറിയാം. പക്ഷേ ഇങ്ങനെയൊന്ന് നമ്മൾക്കിടയിൽ നിന്നും വരുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലെ? ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതാ ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഇവിടെയുള്ള നമ്മുടെ ക്യാമറയിലെ ചേട്ടന്മാരും എല്ലാവരും തന്നെ സന്തോഷത്തോടും അത്ഭുതത്തോടും കൗതുകത്തോടും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു.
തീർച്ചയായിട്ടും ഒരുപക്ഷെ അവരൊക്കെ ഈ ശിവപ്രിയക്ക് മുമ്പിൽ ക്യാമറ വെച്ചവരായിരിക്കാം. ഞാനും ആ ശിവപ്രിയക്കൊപ്പം ജോലി ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. എന്തായാലും ഒരു ജീവിതത്തിലെടുക്കുന്ന ചെറിയൊരു മാറ്റം അല്ലെങ്കിൽ ചെറിയൊരു തീരുമാനം അതൊരു വലിയ വിജയത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് ശിവപ്രിയയുടെ ഈ ജീവിതം നമുക്ക് കാണിച്ചിരുന്നത്. എന്തായാലും പവർ ലിഫ്റ്റിംഗ് എന്ന മേഖല അതിലേക്ക് എത്തുന്നത് പോലും സാധാരണഗതിയിൽ ജിമ്മിലേക്ക് വ്യായാമം ചെയ്യാൻ വേണ്ടി പോകുന്നു. അവിടെ വെച്ച് കോച്ചാണ് തന്നിൽ ഇത്തരത്തിൽ ഈ ഒരു ഭാരമെടുക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന് കണ്ടെത്തുകയും തുടർന്ന് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുകയും തുടർന്ന് ശിവപ്രിയ ഒരുപക്ഷെ പിന്നീടുള്ള പരിശ്രമം അത് വളരെ വലിയൊരു കഠിന പ്രയത്നമായിരിക്കാം. ആ സ്റ്റേറ്റ് തലത്തിലെത്തി മെഡൽ വാങ്ങുക എന്നുള്ളത്. അതിനിടയിലും ഈ പറയുന്ന കുടുംബമുണ്ട്. ആ കുടുംബം അതിനൊപ്പം സപ്പോർട്ട് ചെയ്തു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഈ മാധ്യമ മേഖല പ്രവർത്തന മേഖലയ്ക്കിടയിലുമൊക്കെ ആ കുടുംബത്തിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനിടയിലാണ് കുട്ടി ജനിക്കുന്നതും പിന്നീട് ഈ മാധ്യമ മേഖലയിൽ നിന്ന് മാറി കുടുംബത്തിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങി തിരിച്ചത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ കുഞ്ഞ് വലുതായി കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ ഈ വ്യായാമത്തിനും മറ്റുമൊക്കെ ഇറങ്ങിയത്. അങ്ങനെയാണ് ഈ പവർ ലിഫ്റ്റിംഗ് എന്ന ഒരു തൻ്റേതായൊരു മേഖല കൂടി ശിവപ്രിയ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരത്തിലൊരു മാറ്റം മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം നമുക്കും വളരെയേറെ അഭിമാനകരമാണ്. കാരണം അതെ, തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ഇപ്പോൾ ശ്യാമു പറയുമ്പോൾ പോലും തന്നെ ആ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ശ്യാമനായാൽ തന്നെയും. ഞാനിവിടെ വന്നതിന് ശേഷം ശിവപ്രിയ ചേച്ചി ഇവിടെ ഇല്ലായിരുന്നു, നേരിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയായിരുന്നു. എന്തായാലും വീണ്ടും നേട്ടങ്ങളോടുകൂടി തന്നെ സ്ക്രീനിലെത്തി നിങ്ങളെ വീണ്ടും കണ്ടതിൽ ഇവിടെ എല്ലാവരും സന്തോഷത്തിലാണ്. വീണ്ടും വീണ്ടും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. ആശംസകൾ. ശരി.